ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചേട്ടനച്ഛനാണ്. ഞാനിപ്പോഴുള്ള പുതിയ പള്ളിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തലശ്ശേരി അതിരൂപതയിൽ കാസർഗോഡ് ജില്ലയിലുള്ള അതിരുമാവ് എന്നു പേരുള്ള ഒരു മനോഹരമായൊരു ദേവാലയം. ഭൂപ്രദേശം കൊണ്ടും അതുപോലെ തന്നെ ഈ ദേവാലയത്തിലെ ഓരോ സംവിധാനങ്ങൾ കൊണ്ടും അതിമനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ സ്ഥലമുള്ള ഒരു ദേവാലയം. ആ സ്ഥലവും ആ ദേവാലയവുമാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ല വായു, അതുപോലെ തന്നെ ശാന്തമായ സ്വസ്ഥമായിട്ടുള്ള ഒരു പ്രദേശം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഒത്തിരിയേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ദേവാലയത്തെക്കുറിച്ചും ഈ ദേവാലയത്തിൻ്റേതായിട്ടുള്ള ഈ പരിസരത്തെക്കുറിച്ചൊക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കാണാം. നമുക്ക് ഈ ദേവാലയവും ഇതിനെക്കുറിച്ചൊക്കെ ഒരു പരിചയം ഉണ്ടായിരിക്കുന്നത് ഒത്തിരിയേറെ നല്ലതാണ്. പിന്നെ ഈ ഒരു ദേവാലയത്തിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, കഴിഞ്ഞ 3 ദേവാലയങ്ങളിലും പെരുമ്പടവ്, പാണത്തൂർ, മേരിഗിരി, ഈ 3 പള്ളികളിലും അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന ഞാൻ ഇപ്പോൾ ഈ ദേവാലയത്തിൽ വികാരിയായിട്ടാണ് സേവനമനുഷ്ഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാകണം, പ്രാർത്ഥനയിൽ ഓർക്കണം. ഒരു ചെറിയൊരു ഇടവകയാണ്, വലിയ ഇടവകയൊന്നുമല്ല. പക്ഷേങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരിയേറെ ആവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി തന്നെ നമുക്ക് ഈ ദേവാലയത്തെക്കുറിച്ചൊന്ന് കണ്ടിട്ട് വരാം. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ. വിശുദ്ധ പൗലോസ്ലീഹയുടെ നാമധേയത്തിലുള്ള അതിമനോഹരമായ ദേവാലയങ്ങളിൽ ഒന്നാണ് അതിരുമാവ് ഇടവകയിലെ ഈ സെയിൻറ്റ് പോൾസ് ഇടവക ദേവാലയം. നമ്മുടെ കേരളത്തിൽ അത്രയേറെ പള്ളികളൊന്നുമില്ല വിശുദ്ധ പൗലോസ് നാമധേയത്തിൽ. പക്ഷേ ഉള്ള പള്ളികളെല്ലാം തന്നെ ഏതാണ്ട് അതിമനോഹരങ്ങളായ പള്ളികൾ തന്നെയാണ്. 2014 ഈ ദേവാലയം ഒരു ഇടവക ദേവാലയമായി മാറുന്നത്. അതിനു മുൻപ് വരെയും കാവുന്തല ഇടവക ദേവാലയത്തിൻ്റെ കുരിശുപള്ളിയായിട്ടായിരുന്നു അതിരുമാവ് നിലകൊണ്ടിരുന്നത്. തുടർന്ന് 2014 ഇത് ഇടവക ദേവാലയം മാറുകയും ഇത്രയും നാളുകൾക്കിടയിൽ 5 വൈദികരാണ് ഇവിടെ വികാരിമാരായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാനിവിടുത്തെ 5ാമത്തെ വികാരിയച്ഛനാണ്. അതിമനോഹരമായ ഭൂപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം. ശാന്തമായും സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കാവുന്ന, ഒരുപക്ഷെ നമുക്ക് ധ്യാനിച്ചിരിക്കാവുന്ന ഒരിടം തന്നെയാണ് തീർച്ചയായും അതിരുമാവ് എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഈശോ തനിയെ മലമുകളിലേക്ക് കയറിയെന്ന് നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്നുണ്ട്. ഈശോ മലമുകളിലേക്ക് കയറിയത് പ്രാർത്ഥിക്കുവാനായിരുന്നു. മല എന്ന് പറയുന്നത് തീർച്ചയായും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് പോലെ എപ്പോഴും ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. അതുപോലെ തന്നെയുള്ള ഒരു ഇടം അതിരുമാവ്, ഏതാണ്ട് ഒരു അതിര് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിമനോഹരമായ ഒരിടം, സ്വസ്ഥമായി ധ്യാനിക്കാൻ സാധിക്കുന്ന, പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം. ഇത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള ഇവിടുത്തെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ചെറിയൊരു കപ്പേളയാണ്. ഇതാണ് അതിരുമാവ് ഇടവക ദേവാലയത്തിലേക്ക് വരുമ്പോഴുള്ള വഴി. താഴെ നിന്ന് മുകളിലേക്ക് ചെറിയൊരു കയറ്റമാണ്. നമ്മളിപ്പോൾ ഈ മുകളിലേക്ക് പോകുമ്പോൾ ഈ കാണുന്നത് ഇടതുവശത്ത് കുരിശിൻ്റെ വഴിയാണ്. താഴെ നിന്ന് മുകളിലേക്ക് വരെയും കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി നമ്മൾ മുകളിലേക്ക് പോകുന്നത് സാധാരണഗതിയിൽ. ആ സ്ഥലങ്ങളും ആ മരങ്ങളും ഇതെല്ലാം എന്ത് ഭംഗിയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമാകുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അത് നേരിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനങ്ങളാലും വിശുദ്ധർ പറഞ്ഞിട്ടുള്ള സൂക്തങ്ങളാലും വാക്കുകളാലും ഒത്തിരിയേറെ സമ്പന്നമായിട്ടുള്ള മതിലും അതുപോലെ തന്നെ ബോർഡുകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമുക്ക് മുകളിലേക്കുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയിലുണ്ട്. ഇപ്പോൾ താഴെയുള്ള നമ്മുടെ ഇടവക ദേവാലയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹയുടെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയം. ഇതാണ് ഇടവക ദേവാലയത്തിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തേക്കുള്ള ആ ഒരു മനോഹരമായ ദൃശ്യം. എന്ത് മനോഹരമായ സ്ഥലമാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ശാന്തമായ, സുന്ദരമായ, ശുദ്ധമായ വായു ലഭിക്കുന്ന നല്ല ഒരു സ്ഥലം.
ആ നേരെ കാണുന്നതാണ് പള്ളിമേട. ഈ സൈഡിലൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത്. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ ഇതാണ് ദേവാലയത്തിൻ്റെ അകത്തെ മനോഹരമായ ദൃശ്യം. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടേ നിന്നെ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ ഇതാണ് യൂക്രിസ്റ്റിക്കൽ എന്ന് വെച്ചാൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സ്ഥലമാണത്. 24 മണിക്കൂറും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടം. അവിടെ കയറി പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ ദേവസഹായം പിള്ളയുടെ ചെറിയൊരു രൂപമുണ്ട്. അവിടേക്ക് പോകേണ്ട വഴിയാണിത്. അതുപോലെ ഇവിടെ മനോഹരമായിട്ട് ഈശോയുടെയും തിരുസഭയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വഞ്ചിയും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ എല്ലാ വൈദികരെയും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമാണിത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഏകദേശം എത്തി. ഇതിനപ്പുറത്ത് കാണുന്നത് സെമിത്തേരിയാണ്. മുകളിലേക്ക് കയറി പോകാനുള്ള പടവുകളാണത്. ഇതിലൂടെ അപ്പുറത്ത് നമുക്കൊരു വഴിയുണ്ട്. അവിടേക്ക് എത്താനുള്ളൊരു വഴി ഒരു പടവുകളാണ്. ഇതാണ് ഇവിടുത്തെ മനോഹരമായ സെമിത്തേരി. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തി. അതിന് മുകളിലേക്ക് കാണുന്നതാണ് നിത്യാരാധന ചാപ്പൽ. അതിൻ്റെ വീഡിയോസ് ഞാൻ രാത്രിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷ്വൽസാണ് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത്. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടേ നിന്നെ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ഇതാണ് ഞാൻ രാത്രി എടുത്തിരിക്കുന്ന വീഡിയോ. ഇതാണ് കേട്ടോ. അതിമനോഹരമാണ് കാണുവാനായിട്ട്. അങ്ങനെ നമ്മൾ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ, സാവകാശം ആ ക്രൂശിത ചിത്രം താഴേക്ക് പോകുമ്പോൾ അതിന് പിറകിലാണ് വിശുദ്ധ കുർബാന എടുത്തു വച്ചിരിക്കുന്നത്.
കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കൈയാണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കൈയിലാണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ.